നമസ്കാരം. JIIB പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളിനെക്കുറിച്ചാണ്, അക്കൗണ്ടിംഗ് റേഷ്യോസ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലെ കുറേയധികം അംഗങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കഥകൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം അല്ലേ? ആദ്യം വെറും ഡേറ്റയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്രദമായ ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് നോക്കും. പിന്നെ റേഷ്യോസിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കും. അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട തരംതിരിവുകൾ, അതായത് അതിന്റെ രണ്ട് ഫാമിലീസ് ഏതൊക്കെയാണെന്ന് നോക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അവസാനം പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള ചില കിടിലൻ ടിപ്സും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ഫ്രം ഡേറ്റ ടു ഇൻസൈറ്റ്, അതായത് ടേണിംഗ് റോ നമ്പേഴ്സ് ഇൻടു ആക്ഷനബിൾ ഇന്റലിജൻസ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അതിൽ നിറയെ അക്കങ്ങളായിരിക്കും. പക്ഷേ ആ അക്കങ്ങൾ വെറുതെ ഒറ്റയ്ക്ക് നോക്കിയാൽ ഒരു കാര്യവുമില്ല. അതിനെ എങ്ങനെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന വിവരങ്ങളാക്കി മാറ്റാം, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ചോദ്യം ഒന്ന് നോക്കൂ. ഒരു കമ്പനിക്ക് 1 കോടി രൂപയുടെ വിൽപ്പനയുണ്ടായി. കൊള്ളാമല്ലേ? പക്ഷെ അതുകൊണ്ട് മാത്രം എന്തെങ്കിലും അർത്ഥമുണ്ടോ? ശരിക്കുമില്ല. കാരണം കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, നമ്മുടെ എതിരാളികൾക്ക് എത്ര വിൽപ്പനയുണ്ട്, ഈ വിവരങ്ങളില്ലാതെ ആ 1 കോടി എന്ന കണക്കിന് ഒരു പ്രസക്തിയുമില്ല. ആ ഒരു കോണ്ടെക്സ്റ്റാണ് പ്രധാനം. അപ്പോ അവിടെയാണ് അക്കൗണ്ടിംഗ് റേഷ്യോയുടെ പ്രാധാന്യം വരുന്നത്. എന്താണത്? വളരെ സിമ്പിളാണ്. 2 അക്കൗണ്ടിംഗ് കണക്കുകൾ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ്, അത്രയുള്ളൂ. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഈ വർഷത്തെ 1 കോടി രൂപയുടെ വിൽപ്പനയെ കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ആ കണക്കിനൊരു പുതിയ അർത്ഥം വരികയാണ്. റേഷ്യോസ് ഉപയോഗിച്ച് നമ്മൾ അക്കങ്ങൾക്ക് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരി, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ദ പവർ ഓഫ് റേഷ്യോസ്, അതായത് റേഷ്യോസിന്റെ ശക്തി. കീ യൂസസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. ഇതിന്റെയൊക്കെ പ്രായോഗികമായ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3 ഗുണങ്ങളാണ് റേഷ്യോകൾക്കുള്ളത്. ഒന്നാമത്തേത് സിംപ്ലിഫയിങ് കോംപ്ലക്സിറ്റി, അതായത് ഒരുപാട് പേജുകളുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഒറ്റ സംഖ്യയിലേക്ക് ചുരുക്കി കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. രണ്ടാമത്തേത് ഫെസിലിറ്റേറ്റിംഗ് കമ്പാരിസൺസ്, താരതമ്യങ്ങൾ വളരെ എളുപ്പമാക്കുന്നു. മൂന്നാമത്തേത് സ്ട്രാറ്റജിക് പ്ലാനിംഗ്, അതായത് ഭാവിയിലേക്കുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുന്നു. ഇനി ഈ താരതമ്യങ്ങൾ തന്നെ 2 തരത്തിലുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഇന്റർഫേം കമ്പാരിസൺ, എന്നുവെച്ചാൽ നമ്മുടെ കമ്പനിയെ അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റൊരു കമ്പനിയുമായിട്ട്, അതായത് ഒരു കോമ്പറ്റീറ്ററുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. അടുത്തത് ഇൻട്രാഫേം കമ്പാരിസൺ. ഇവിടെ നമ്മൾ നമ്മളോട് തന്നെയാണ് മത്സരിക്കുന്നത്. അതായത് ഈ വർഷത്തെ പ്രകടനത്തെ നമ്മുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രകടനവുമായി താരതമ്യം ചെയ്യുന്നു. ഒരു ബാങ്കർ എന്ന നിലയിൽ ഈ 2 തരം താരതമ്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായി വരും. ഓക്കേ, ഇനി മൂന്നാമത്തെ ഭാഗം, റേഷ്യോസിന്റെ 2 കുടുംബങ്ങൾ, അല്ലെങ്കിൽ 2 ഫാമിലീസ് ഓഫ് റേഷ്യോസ്. നമ്മളിവിടെ ട്രഡീഷണൽ വേഴ്സസ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനാണ് മനസ്സിലാക്കാൻ പോകുന്നത്. വിശകലനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ റേഷ്യോകളെ എങ്ങനെ തരംതിരിക്കാമെന്ന് നോക്കാം. അല്ല, ഇതിനെന്തിനാണ് ഇങ്ങനെയൊരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ തരംതിരിവ്? കാരണം ബിസിനസ്സുകൾ വലുതായപ്പോൾ അവയുടെ പ്രകടനം വിലയിരുത്താൻ കുറച്ചുകൂടി ഓർഗനൈസ്ഡായ രീതികൾ വേണ്ടിവന്നു. അതിന്റെ ഫലമായിട്ടാണ് പ്രധാനമായും 2 തരംതിരിവുകൾ ഉണ്ടായത്. അതാണ് ഈ 2 പ്രധാനപ്പെട്ട കുടുംബങ്ങൾ, ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനും ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനും. ട്രഡീഷണൽ രീതിയിൽ റേഷ്യോ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന നമ്പറുകൾ എവിടെ നിന്ന് വന്നെന്ന് നോക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണോ അതോ ബാലൻസ് ഷീറ്റിൽ നിന്നാണോ എന്നൊക്കെ. പക്ഷെ ഫങ്ഷണൽ രീതി കുറച്ചുകൂടി സ്മാർട്ടാണ്. അത് ചോദിക്കുന്നത് ഈ റേഷ്യോ കൊണ്ട് എന്ത് കാര്യമാണ്, ഇത് ഏത് ബിസിനസ് ചോദ്യത്തിനാണ് ഉത്തരം തരുന്നത് എന്നാണ്. ഇതാണ് കൂടുതൽ ആധുനികമായ രീതി. ട്രഡീഷണൽ രീതിയിൽ 3 വിഭാഗങ്ങളാണ് ഉള്ളത്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ്, ബാലൻസ് ഷീറ്റ് റേഷ്യോസ്, പിന്നെ ഇവ രണ്ടും ഒരുമിച്ച് വരുന്ന കോമ്പോസിറ്റ് റേഷ്യോസ്. ഇത് നമ്പറുകൾ എവിടെ നിന്ന് വരുന്നു എന്നതിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു തരംതിരിവാണ്. പക്ഷേ ഇതിന് ചില പ്രധാനപ്പെട്ട പരിമിതികളുണ്ട്. ഈ സ്ലൈഡിലെ പസിൽ കണ്ടില്ലേ? കഷ്ണങ്ങളൊക്കെയുണ്ട്, പക്ഷെ അതൊന്നും ശരിക്കും യോജിക്കുന്നില്ല. അതുപോലെയാണ് ട്രഡീഷണൽ രീതി. അത് ഓരോ വിവരത്തെയും ഒറ്റപ്പെട്ട കഷ്ണങ്ങളായി കാണിക്കുന്നു. ബിസിനസിന്റെ മൊത്തത്തിലുള്ളൊരു ചിത്രം, ഒരു കംപ്ലീറ്റ് പിക്ചർ തരാനവന് കഴിയുന്നില്ല. ആ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്നത്.
ഇതാണ് ശരിക്കുള്ള കഥ പറയുന്നത്. ഇതിൽ 3 പ്രധാന വിഭാഗങ്ങളുണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ഒരു കമ്പനി എത്രത്തോളം ലാഭകരമാണെന്ന്, അതായത് അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പറയും. ടേൺ ഓവർ അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോസ്, ആ കമ്പനി എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കും. ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോസ്, ആ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിരത എത്രത്തോളമുണ്ടെന്ന് വിലയിരുത്തും. ഇനി നമുക്ക് സോൾവൻസി റേഷ്യോകളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണേ. ഇതിൽ തന്നെ 2 തരമുണ്ട്. ഷോർട്ട് ടേം സോൾവൻസി, ഇതിനെ നമ്മൾ ലിക്വിഡിറ്റി എന്നും പറയും. അതായത് പെട്ടെന്നുള്ള ബാധ്യതകൾ തീർക്കാൻ കമ്പനിയുടെ കയ്യിൽ പണമുണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ ലോങ് ടേം സോൾവൻസി, ദീർഘകാലത്തേക്ക് ഈ കമ്പനിക്ക് നിലനിൽക്കാൻ സാധിക്കുമോ എന്നാണ് അളക്കുന്നത്. ശരി, റേഷ്യോസിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് നമ്മുടെ 4ാമത്തെ ഭാഗം വരുന്നത്, ഒരു മുന്നറിയിപ്പ്, എ വേർഡ് ഓഫ് കോഷൻ. റേഷ്യോകളെ മാത്രം ആശ്രയിക്കുമ്പോഴുള്ള ചില പരിമിതികൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണിത്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. സിംപിളായി പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ തെറ്റാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും തെറ്റായിരിക്കും. അത്രയുള്ളൂ. ഫിനാൻഷ്യൽ ഡേറ്റയിൽ ആരെങ്കിലും കൃത്രിമം കാണിച്ചാൽ ആ റേഷ്യോകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അടുത്തൊരു പ്രശ്നമാണ് കമ്പാരബിലിറ്റി ചാലഞ്ച്. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഇത് ആപ്പിളും ഓറഞ്ചും താരതമ്യം ചെയ്യുന്നതുപോലെയാണ്. എന്താ കാരണം? പല കമ്പനികളും പലതരം അക്കൗണ്ടിംഗ് രീതികളായിരിക്കും പിന്തുടരുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ റേഷ്യോകൾ തമ്മിൽ നേരിട്ട് താരതമ്യം ചെയ്യുന്നത് ശരിയായ ഒരു ചിത്രം തരില്ല. ഇനി ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, വിൻഡോ ഡ്രസ്സിംഗ്. എന്താണിത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ വളരെ മികച്ചതാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാനേജ്മെന്റ് മനഃപൂർവ്വം ചെയ്യുന്ന ചില അടവുകളാണിത്. ഈ ബാങ്കിംഗ് ഉദാഹരണം നോക്കൂ. വർഷാവസാനം ബാങ്ക് ഒരു വലിയ കസ്റ്റമറോട് ഓവർഡ്രാഫ്റ്റ് എടുക്കാനും ആ പണം ഉടൻ തന്നെ തിരിച്ച് അതേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും പറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പേപ്പറിൽ അഡ്വാൻസുകളും ഡെപ്പോസിറ്റുകളും ഒരുപോലെ കൂടും, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒരു ബിസിനസ്സും നടന്നിട്ടില്ല. ഓക്കെ, നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. പരീക്ഷയ്ക്ക് വിജയിക്കാനാവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കീ എക്സാം സക്സസ് ടിപ്സ്. ഇതുവരെ പഠിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കൊന്നുറപ്പിക്കാം. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായും വേണം. 1. റേഷ്യോയുടെ നിർവചനം എന്താണ്? 2. ട്രഡീഷണൽ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനുകൾ തമ്മിലുള്ള വ്യത്യാസം. 3. ട്രഡീഷണൽ രീതിയിലെ ആ 3 വിഭാഗങ്ങൾ. 4. ഫങ്ഷണൽ രീതിയിലെ 3 വിഭാഗങ്ങൾ. പിന്നെ 5ാമതായി സോൾവൻസിയുടെ ഉപവിഭാഗങ്ങളായ ഷോർട്ട് ടേം, ലോങ് ടേം എന്നിവ. അപ്പോ അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ്. പരീക്ഷയിൽ ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ട്രഡീഷണൽ രീതിയേക്കാൾ മികച്ചതാകുന്നത്? ഇതിന്റെ ഉത്തരം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. കാരണം വെറും നമ്പറുകൾക്കപ്പുറം ഒരു ബിസിനസിന്റെ യഥാർത്ഥ കഥ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഫങ്ഷണൽ രീതിയാണ്. ഇത് നന്നായി പഠിച്ചുറപ്പിച്ച് പരീക്ഷ എഴുതുക. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ.